ചില ദിവസങ്ങളിൽ നമുക്ക് വലുതായിട്ട് കുക്ക് ചെയ്യാനൊന്നും ഒരു മൂഡ് ഉണ്ടാവില്ല അല്ലേ. അല്ല എങ്കിൽ നമുക്ക് ഭയങ്കര ക്ഷീണമോ പനിയോ എന്തെങ്കിലുമൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ പോലും എന്തെങ്കിലും വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഇന്നത്തെ വിഭവം. ഒരു നോർത്ത് ഇന്ത്യൻ കിച്ചടി 1 പോട്ട് മീലാണ്. വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് നോർത്ത് ഇന്ത്യൻ കിച്ചടി. കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീനും ഒരുപോലെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ നോക്കാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു 1/3 കപ്പ് നമ്മുടെ ചെറുപയർ പരിപ്പാണ് കേട്ടോ. മഞ്ഞ കളറിലുള്ള ചെറുപയർ പരിപ്പ് എടുത്തിട്ട് ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. ഫ്രൈ ചെയ്തിട്ട് ഈ കിച്ചടിയിൽ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ ചെറുപയർ പരിപ്പിൻ്റെ. അപ്പോൾ അത് നന്നായി ഒന്ന് ഫ്രൈ ആവട്ടെ. ഇപ്പോൾ ഇതാ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ വെള്ളത്തിലിടണം കേട്ടോ. 1 കപ്പ് പച്ചരിയാണ് കിച്ചടിക്ക് ഏറ്റവും നല്ലത്. അതിലേക്ക് നമുക്ക് ഈ വറുത്ത് വെച്ചിട്ടുള്ള ഈ പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ ഒരു 10 മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെക്കാം. ഒന്ന് കുതിരട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ അരിഞ്ഞിട്ട് വരാം കേട്ടോ. കിച്ചടി എന്നുള്ളത് ഒരു 1 പോട്ട് മീലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരു 2 ടീസ്പൂണോളം ഗീ ഇട്ട് കൊടുക്കാം. നമുക്ക് ഗീ ഒന്ന് നന്നായി ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമ്മൾ 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം നന്നായി പൊട്ടണം. പലതരത്തിലും കിച്ചടി ഉണ്ടാക്കാം കേട്ടോ. ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ള വേയാണ്. ഒരു 2 ഗ്രാമ്പു, 2 പീസ് പട്ടട പീസ്, പിന്നെ 1 ബേ ലീവ്സ്, വേണമെങ്കിൽ കുറച്ച് കുരുമുളക് ഇടാം കേട്ടോ. അതും ഇഷ്ടമുള്ളവർക്ക് ഇതിൽ കടിക്കാൻ നല്ലതാണ്. എൻ്റെ ഇവിടെ തീർന്നു പോയതുകൊണ്ട് ഇട്ടില്ലെന്ന് മാത്രം. ഒരു 2 ടീസ്പൂൺ ഗാർലിക്ക്, ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ, ഒരു ഒനിയനെ കട്ട് ചെയ്തത്, ഹാഫ് ചെയ്ത് കട്ട് ചെയ്തതാണ് കേട്ടോ. ഒരുപാട് തിന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ക്യൂബ് അല്ലേനും. ഇനി ഇതിനെ ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്യാം. ഒന്ന് ജസ്റ്റ് സോട്ടായാൽ മതി. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, വേഗം സോട്ടാവുമല്ലോ. ഇനി അതിനെ ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കാം. ഇതെല്ലാം കൂടി അരമണിക്കൂറിനുള്ളിൽ റെഡിയാവും കേട്ടോ. ഇനി അതിലേക്കൊരു 2 പച്ചമുളകും കീറിയിട്ടാണ് ഇടുന്നത്. ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുളിക്ക് ആവശ്യമുള്ള തക്കാളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് പുളി കിച്ചടിയിൽ ആവശ്യമില്ല, എന്നാൽ ചെറിയൊരു പുളി ഉണ്ടാവണം. ഇനി ഇതിനെ നന്നായി ഒന്ന് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. ആ ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആവണം കേട്ടോ. സോഫ്റ്റായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി. എരിവിത്ര വേണ്ടാത്തവർക്ക് അത് വേണ്ട കേട്ടോ. ഇനി അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചാണ് ചെയ്യുന്നത്, കരിഞ്ഞു പോകരുത്. ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചല്ലോ. ആ പരിപ്പും അരിയും കൂടിയുള്ള മിക്സിനെ ഇട്ട് കൊടുക്കാം. ഇതിനെ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ ഗീ റൈസിനൊന്നും വറക്കുന്ന മാതിരി അങ്ങനെ ഭയങ്കരമായിട്ട് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനെ നന്നായി ഒരു 2 മിനിറ്റ് ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്യുക. എല്ലാം കൂടി ഒന്ന് ജോയിൻ ആവാൻ മാത്രമാണ് ഇത് ചെയ്യുന്നത്. ഇതുമാതിരി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗീ റൈസിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടിരുന്നു. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 4 കപ്പോളം വെള്ളമാണ് ഒഴിക്കുന്നത്. 4 മുതൽ 4.5 കപ്പ് വരെ ഒഴിക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ച് അത് മുഴുവൻ പുറത്തേക്ക് പോകും കേട്ടോ. അപ്പം ഞാനൊരു 4-4.25 കപ്പ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇതിനെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് നോക്കാം. ആവശ്യത്തിന് ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. ഇളക്കി നോക്കിയിട്ട് ഉപ്പ് പോരായെങ്കിൽ വെള്ളത്തിൽ ഉപ്പിനും പാകത്തിനനുസരിച്ച് ഉപ്പിടണം. അപ്പോഴേ അതിലേക്ക് കറക്റ്റായി വരുള്ളൂ. ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് അടച്ചതിന് ശേഷം ഒരു 3 വിസിലാണ് ഞാൻ വെച്ചത് കേട്ടോ. ഒരുപാട് ലോ ഫ്ലെയിമിലാണ് വരയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 വിസിലൊക്കെ മതിയാവുമായിരിക്കും. ഇതൊരു കുഴഞ്ഞ പരുവത്തിലാണ് കിട്ടേണ്ടത്. അപ്പം ഞാൻ ഇത് അടച്ച് ഒരു 3 വിസിൽ വരുത്തിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ആ ജീരകവും ബേ ലീവ്സും പട്ടയൊക്കെ ആയിട്ട്. ഇനി നമുക്കതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വെള്ളം കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി കേട്ടോ. എനിക്കിപ്പോൾ ഇതിൽ വെള്ളം കുറച്ച് പാകമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാതിരുന്നത് നമുക്ക് പിന്നെ അത് പുറത്തേക്ക് മുഴുവൻ പോകും എന്നുള്ളത് കൊണ്ടാണ്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗീയും കൂടി ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ആ ഗീ ഒന്ന് ഇറങ്ങട്ടെ, മല്ലിയുടെ ടേസ്റ്റുമൊക്കെ. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതാ സെർവ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. ചൂടാന്നാണ് കേട്ടോ കിച്ചടി കഴിക്കേണ്ടത്. പിന്നെ ഇതിപ്പോൾ നമുക്ക് വല്ല പനിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഇത് കഴിക്കാം. നല്ലൊരു ഹെൽത്തി ഡിഷ് കൂടിയാണ്. തോരനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൂപ്പറായി. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ. കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീനും ഒരുപോലെ അടങ്ങിയിട്ടുള്ളതാണ് കിച്ചടി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഇത്.